Recipes in മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നീക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്ത് മണം മാറി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും കേട്ടോ. ഏകദേശം 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് സമയം ഞാൻ ഈ സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കൂട്ടിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഒരു 2 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നമുക്ക് തീ ഓഫ് ആക്കിയിടാം. ഇനി നമുക്കത് നമ്മൾ നേരത്തെ ഉപ്പും ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പം തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് തന്നെ വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വെള്ളവും ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂട് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കുഴച്ചു കൊടുക്കുക. ചൂട് തോന്നുമ്പോൾ ഉടനെ ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. കൈ പൊള്ളുമൊന്നുമില്ല കേട്ടോ. കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ചെയ്യുമ്പം കൈ പൊള്ളുമൊന്നുമില്ല. ഇനി നമുക്ക് വാഴയിലൊന്ന് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വാഴ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ വാഴയിലയിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ മാവിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഇങ്ങനെ വെച്ച് കയ്യിൽ കുറച്ച് ഓയിൽ എടുത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഞാനിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ അരിപ്പൊടിയിലും ചെയ്യാം. അപ്പം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ വാഴയില ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു വാഴയിലയിൽ തന്നെ എല്ലാതും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിടുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ ശേഷമാണ് തിരിച്ചിടുന്നത്. അതുപോലെ തന്നെ അടിഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് 2 സൈഡ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് തന്നെ മുറിഞ്ഞ് കിട്ടണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക്